മഹോന്നതനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രശാന്തതയുടെ പ്രാർത്ഥന. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ അംഗീകരിക്കാനുള്ള പ്രശാന്ത മനസ്സും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ഓപ്പറേഷൻ തൂഫാൻ കേരള ജനത ഭയത്തോടും അതേസമയം പ്രതീക്ഷയോടും ചർച്ച ചെയ്യുന്ന പേരാണ്. തീ പിടിച്ച ഒരിടത്തു നിന്ന് എലികൾ ഓടുന്നത് പോലെ ഒരു പരക്കം പാച്ചിൽ ഇതിനോടനുബന്ധിച്ച് കാണാനാകുന്നുണ്ട്. ഇത്രമേൽ മോശപ്പെട്ടിരുന്നുവോ നമ്മുടെ നാട് എന്ന ആശ്ചര്യവുമുണ്ട്. കേരളത്തിനും തീ പിടിച്ചിരിക്കുന്നു. അത്രമേൽ നമ്മുടെ കലാലയങ്ങളും ക്യാമ്പസുകളും കവലകളും മലിനപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാടും ഭ്രാന്താലയം ആകുകയായിരുന്നു. നമ്മുടെ വീട്ടിനകത്തും പുറത്തും എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും ആർക്കും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭയാനകമായ ഒരവസ്ഥയിലാണ് നാം. ഇവയൊക്കെ മറ്റാരുടെയോ പ്രശ്നമാണെന്നും നമുക്ക് കുഴപ്പമില്ലെന്നും കരുതിയാൽ തെറ്റി. ദൈവം കായീന് നൽകിയ മുന്നറിയിപ്പ് ഇപ്പോഴും സജീവമാണ്. പാപം നിന്റെ പടിവാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നമുക്കും കരുതിയിരിക്കാം, കരുതലോടെ ഇരിക്കാം. ജൂൺ മാസം 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുമ്പോൾ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സഭയായി കൂട്ടുചേരുകയാണ് ലഹരി ആസക്തി വിരുദ്ധ ഞായറാഴ്ചയിലൂടെ. ലഹരി ആസക്തിക്കെതിരെ പോരാടുന്ന ഏവർക്കും മാർത്തോമാ ലഹരി വിമോചന സമിതിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ. ലഹരി ആസക്തി വിരുദ്ധ ഞായറാഴ്ചയിലേക്കുള്ള ധ്യാനത്തിന് ചങ്ങലകളെ തകർക്കുക, ആസക്തിയിൽ നിന്നും മോചിതരാവുക എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 21 വരെ 1-ാം പാഠവും കൊലോസ്യർ 3 1 മുതൽ 11 വരെ 2-ാം പാഠവുമാണ്. 1 പത്രോസ് 1 13 മുതൽ 25 വരെ ശ്ലീഹാഭാഗവും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെ സുവിശേഷ വായനയുമാണ്. 1-ാം പാഠഭാഗം വിവരിക്കുന്നത് പ്രവാസത്തിലെ പ്രയാസങ്ങളും പ്രലോഭനങ്ങളുമാണ്. നിർബന്ധം കൊണ്ട് നാട് വിടേണ്ടി വരുന്നവർ കടന്നുപോകുന്ന സംഘർഷങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ 4 ബാലന്മാർ അവരുടെ പരമ്പരാഗത പേരുകളും ഭക്ഷണവും ശീലങ്ങളും സംസ്കാരവും എല്ലാം മായ്ച്ചു കളയാൻ ആവശ്യപ്പെടുന്ന ഒരു പുതിയ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. അവരുടെ പുതിയ ലോകം ആവശ്യപ്പെടുന്നത് പുതിയ ഒരു സംസ്കാരത്തിൽ അലിഞ്ഞു ചേരാനാണ്. ബഹുഭൂരിപക്ഷം പേരും ഭാഗമായി കഴിഞ്ഞ ആധുനികതയുടെ തിരയിളക്കമുള്ള അധികാരത്തിൻ്റെ പ്രൗഢിയുള്ള ഒരു സംവിധാനത്തോട് നോ പറയുന്നത് പോലും വലിയ പ്രയാസമാണ് എന്ന് ദാനിയേൽ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ സുസ്ഥിര വിശ്വാസത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും മാറി നടന്ന് ഒരു സ്വസ്ഥ സൗഹൃദ വിസ്മയം തീർക്കാൻ തയ്യാറില്ലാത്ത 4 പേരെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. രുചിയുടെ ലഹരിയും വിഗ്രഹാരാധനയുടെ മണവുമുള്ള നെബൂഖദ്നേസറിന്റെ ഭക്ഷണമേശയും വിരുന്നും അത് നൽകുന്ന അധികാര സാധ്യതയും വേണ്ടെന്ന് വെക്കാനുള്ള ധീരതയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഓർക്കുക, രുചിയുടെ ലഹരിയും വിഗ്രഹാരാധനയുടെ മണവുമുള്ള നെബൂഖദ്നേസറിന്റെ ഭക്ഷണമേശയും വിരുന്നും അത് നൽകുന്ന അധികാര സാധ്യതയും വേണ്ടെന്ന് വെക്കാനുള്ള ധീരതയാണ് ഇത് പഠിപ്പിക്കുന്നത്. ഓർക്കുക, നമുക്കും കഠിന പ്രയത്നം ചെയ്തും മാറ്റാവുന്ന ചിലതൊക്കെയുണ്ട്. മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യം അത് നാം വളർത്തിയെടുക്കേണ്ടതാണ്. അതിനായി ദൈവത്തോട് യാചിക്കുകയാണ് വേണ്ടുന്നത്. പഠനത്തിനും തൊഴിൽ തേടിയും വീട്ടിൽ നിന്ന് അകലുന്ന ഓരോ യൗവനക്കാരോടും അവർക്ക് മുമ്പിൽ, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ചോദ്യമുണ്ട്:
വീട്ടിൽ നിന്ന് അകലുമ്പോഴും നീ വിശ്വസ്തനാണോ? വീട്ടിൽ നിന്ന് അകലെയാകുമ്പോഴും നീ വിശ്വസ്തനാണോ? മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ജപ്പാനിൽ ജനങ്ങളെ കാപ്പി കുടിപ്പിച്ച നെസ്ലയുടെ കഥ പറയുന്നുണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രൻ. ജപ്പാനിൽ എല്ലാവരും ചായ മാത്രം കുടിക്കുന്നവരായിരുന്നു. കാപ്പി അവർക്ക് ശീലമേ അല്ല. അങ്ങനെ ഒരു ദേശത്ത് കാപ്പിപ്പൊടിയുടെ വിപണി തേടിയെത്തിയ കമ്പനിക്ക് കടുത്ത നിരാശയായിരുന്നു നേരിടേണ്ടി വന്നത്. കാരണം ആർക്കും കാപ്പിയുടെ കയ്പ് ചേർന്ന രുചി സ്വീകാര്യമായില്ല. കാരണം കാപ്പി അത് അവരുടെ ശീലമോ പരിചയമോ ആയിരുന്നില്ല. ഈ നഷ്ടക്കച്ചവടത്തിൽ നിന്നും കരകയറാനുള്ള പോംവഴി തേടി അവർ ഒരു സൈക്കോളജിസ്റ്റിനെയും സമീപിച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം കമ്പനി കാപ്പി കലർന്ന ക്യാൻഡികൾ കുട്ടികൾക്ക് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ കോഫിയുടെ കയ്പൻ രുചി അറിഞ്ഞ ഒരു പുതിയ തലമുറ ജപ്പാനിൽ വളർന്നു വരികയും അവർ പതിയെ പതിയെ കാപ്പിയെ ഇഷ്ടപ്പെടുകയും ചെയ്തു. 20 വർഷം കൊണ്ട് കാപ്പി കുടിക്കുന്ന, കാപ്പിയെ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ തലമുറ ജപ്പാനിൽ വളർന്നു. 20 വർഷം അടിമത്തം സൃഷ്ടിക്കാനായി ഒരു കമ്പനി 20 വർഷത്തെ പ്രയത്നമാണ് നടത്തിയത് ഒരു ദേശത്തെ മുഴുവൻ കാപ്പിപ്രിയരാക്കാൻ. അടിമകളെ സൃഷ്ടിക്കാൻ വേണ്ടി വന്ന കാലം നോക്കുക. ആസക്തിയുടെ ലോകത്തിലേക്ക് ആരൊക്കെയോ നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ലാഭം മുഴുവൻ അവർക്കാണ്. കാപ്പിക്ക് പകരം മാരക ലഹരികൾ കൊണ്ടും മാഫിയകൾ ഇതേ ഗെയിം തന്നെയാണ് കളിക്കുന്നത്. അരുതെന്നും വേണ്ടെന്നും പറയാനുള്ള ശക്തിയുള്ള തലമുറ രൂപപ്പെടേണ്ടതുണ്ട്. ചങ്ങലകളെ പൊട്ടിച്ച് നമുക്ക് വീട്ടിലേക്ക് നടക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെ. വീട്ടിലൂണ് എന്ന ബോർഡുകൾ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ആദ്യകാലങ്ങളിൽ ഈ ബോർഡുകൾ കാണുമ്പോൾ മനസ്സിലാക്കിയിരുന്നത് വീട്ടിലേതുപോലെയുള്ള ഊണ് എന്നായിരുന്നു. പിന്നെ അത് സർവ്വസാധാരണമായി. ഏതെങ്കിലും ഒരു വീട്ടിൽ ഊണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ മുമ്പ് ഗ്രാമങ്ങളിൽ ഹോട്ടൽ എന്ന് എഴുതി വെച്ചിരുന്ന ഭക്ഷണശാലകൾ തന്നെയല്ലേ ഇപ്പോൾ ഈ വീട്ടിലൂണ്? പേരുകളും ബോർഡുകളും മാറി വരുന്നു എന്നേ ഉള്ളൂ. പൊതുവിലെല്ലാം വീട്ടിൽ നിന്ന് അകന്ന ഭക്ഷണം തന്നെയാണ്. ഗൃഹാതുരത്വം ജനിപ്പിക്കുന്ന ഓർമ്മകൾ കച്ചവടമാക്കുന്ന ലോകമാണിന്ന്. അവിടങ്ങളിലും കാപട്യങ്ങളിൽ നിന്നും കബളിപ്പിക്കലിൽ നിന്നും സ്വതന്ത്രരാകാൻ നമുക്ക് അധികം പരിശ്രമം ആവശ്യമാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ ലക്ഷ്യം നഷ്ടപ്പെട്ടും സ്വപ്നം തകർന്നും പോയവരുടെ പ്രതിനിധിയാണ്. കാരണം പലതാകാം, പക്ഷേ തകർച്ചയും ഒറ്റപ്പെടലും യാഥാർത്ഥ്യമാണ്. സ്വന്തം പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ ചൂഷണം കൊണ്ടോ മാറ്റി നിർത്തപ്പെട്ടവരും മാറ്റി നിർത്തുന്നവരും എക്കാലത്തുമുണ്ട്. അവരെയും സന്ദർശിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന യേശുവിനെയാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം പഠിപ്പിക്കുന്നത്. ലഹരി ആസക്തി ചികിത്സാ കേന്ദ്രത്തിൽ വരുന്ന മിക്ക ആളുകളും അവരുടെ ബന്ധുക്കൾ അവരെക്കുറിച്ച് പറയുന്ന കാര്യമാണ്, ഇയാൾ കുടിച്ചില്ലെങ്കിൽ നല്ല മനുഷ്യനാണ്. അപ്പോൾ മദ്യപിച്ചാലോ? ഇയാളെ പോലെ വേറൊരു ഭ്രാന്തനില്ല. നമ്മുടെ ധാരാളം കുടുംബങ്ങൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. വീടുകളിൽ പാർക്കേണ്ടുന്ന പലരും മരണ വഴികളിലും ആൾപ്പാർപ്പില്ലാത്ത ഇടങ്ങളിലും ഇരുട്ടിലും കഴിയുകയാണ്. ആഘോഷ തിമിർപ്പുകളിൽ തുടങ്ങുന്ന പല പാർട്ടികളും ഹെരോദാവിൻ്റെ ആഘോഷ കൊട്ടാരം പോലെ കൊലപാതകങ്ങളിലും മരണത്തിൻ്റെ പൊതുപറമ്പുകളിലും ആയി പോകുന്നുണ്ട്. കർത്താവ് ഭൂതബാധിതനോട് പറയുന്നത്, നിന്റെ ഇപ്പോഴത്തെ കേന്ദ്രമായ കല്ലറകളെ വിട്ട് വീട്ടിലേക്ക് മടങ്ങുക. കല്ലറകളെ വീട്ടിലേക്ക് എത്തിക്കുകയോ വീടിനെ കല്ലറയിലേക്ക് എത്തിക്കുകയോ അല്ല, പകരം നീ മനുഷ്യനായി വീട്ടിലേക്ക് മടങ്ങുക. നീ പരസ്യ പലകയിലെ വീട്ടിലൂണിൽ പ്രശംസിക്കുകയല്ല, നീ നിന്റെ വീട്ടിലെ ഊണിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. ചിലരെങ്കിലും നിയമത്തിനും പ്രമാണത്തിനും അതീതരായി തങ്ങളുടെ മാത്രം സൗകര്യങ്ങളും തങ്ങളുടെ സുഖത്തിൻ്റെ
ലോകത്തുമാണ്. ക്രിസ്തുവിൻ്റെ സന്ദർശനം ആവശ്യപ്പെടുന്നത് കുടുംബ ബന്ധങ്ങളിലേക്ക് മടങ്ങാനാണ്. ചിലരെങ്കിലും തങ്ങളുടെ അതിക്രമങ്ങളെ പ്രതിരോധിക്കാനും ഈ ദുരിതാവസ്ഥയിൽ നിന്നും തങ്ങളെ മാറ്റാനും ശ്രമിക്കുന്നവരെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവരെയാണ് ആക്രമിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആഹ്വാനം ദൈവവിരുദ്ധതയുടെ സംവിധാനങ്ങളെ കടലിൽ ചാടിക്കാനാണ്. ആ പന്നിക്കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് ചാടിയതുപോലെ ദൈവികമായ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ് കടലിൽ ചാടേണ്ടുന്നത്, അല്ലാതെ പാവം മനുഷ്യരല്ല. ലഹരിയുടെ കൊടുമുടിയിൽ കയറി സാത്താന്യ ആരാധനയ്ക്കും അതിൻ്റെ സംരക്ഷണയ്ക്കും ശ്രമിക്കുന്നവരോട് കർത്താവ് കൽപ്പിക്കുന്നത് അവൻ്റെ ഉള്ളിലെ മനുഷ്യന്റെ വിടുതൽ സാധ്യമാക്കാനാണ്. ക്രിസ്തു സാത്താന്റെ സ്തുതി പാടലിൽ മയങ്ങുകയല്ല, ആർദ്രതയിൽ മനുഷ്യന്റെ മടങ്ങി വരവിന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മതവും ഭരണ സംവിധാനങ്ങളും ഭൂതങ്ങളുടെ വാഴ്ത്തുപാട്ട് കേട്ട് സുഖിക്കുകയല്ല, പകരം മനുഷ്യനെ വിഴുങ്ങുന്ന ലഹരിക്കാരോടും അവരുടെ സംരക്ഷകരായവരോടും ഗർജിക്കുകയാണ് വേണ്ടത്. ഗർജന സ്വഭാവമുള്ള ഭരണകർത്താക്കളെയും മത നേതാക്കളെയും നമുക്കിന്നും ആവശ്യമുണ്ട്. കൂടുവിട്ട് കൂടുമാറ്റം എന്നൊരു പ്രയോഗമുണ്ട്. ലഹരി മാഫിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. താൽക്കാലിക രക്ഷപ്പെടലിനായി ഒരു പിന്മാറ്റം, പിന്നെ പുത്തൻ തന്ത്രങ്ങളും അടവുകളുമായി വീണ്ടും സജീവമാകൽ, പിന്നെ സകലത്തെയും വിഴുങ്ങൽ. കർത്താവ് അനുവാദം നൽകുന്നത് ഇത്തരത്തിലൊരു മാറി നിൽക്കലല്ല, പകരം അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മേഖലയാണ് അവസാനിപ്പിക്കുന്നത്. റോമൻ സൈന്യത്തിന്റെ ഭക്ഷണ മേശയിലേക്ക് ഒരുക്കപ്പെട്ടിരുന്ന പന്നിക്കൂട്ടത്തിന്റെ അന്ത്യം റോമൻ പട്ടാളം ജീവനോടെയും അല്ലാതെയും കല്ലറകളിലേക്ക് നയിച്ചവരുടെ പക്ഷം ചേർന്നുള്ള സാമൂഹിക വിപ്ലവം കൂടിയാണ്. എപ്പോഴാണ് ആ പന്നിക്കൂട്ടങ്ങളെയും അവയ്ക്കപ്പുറം അതിക്രമം കാട്ടി കുടുംബം തകർക്കുന്ന മഹാലഹരിയായ റോമൻ സൈന്യത്തെയും അമർച്ച ചെയ്യുന്ന കർത്താവിൻ്റെ ആത്മാവോടും കൂടിയ ഭരണകർത്താക്കളും മത നേതൃത്വവും ഉണ്ടാകുന്നത്? അപ്പോൾ സൗഖ്യമുണ്ടാകും. തൂഫാൻ ഒരു തുടക്കമാകണം. പന്നി ഇറച്ചിയുടെ വലിയ സാധ്യതകളിൽ തൂഫാനും തൂക്കാൻ ഇറങ്ങിയവരും വീര്യം നഷ്ടപ്പെടുത്തരുത്. ഈ സഭയുടെ വലിയ പ്രാർത്ഥന ശക്തിയായി ഉയരേണ്ടതുണ്ട്. ആസക്തികളിൽ കുടുങ്ങിയവർ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ആർക്കൊക്കെയോ ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിന്നെ തിരക്കി വരുന്ന, നിന്റെ ചങ്ങലകളെയും ബന്ധനങ്ങളെയും അഴിക്കുന്ന, നിന്നെ മാന്യതയുടെയും സംരക്ഷണത്തിൻ്റെയും വസ്ത്രം ധരിപ്പിച്ചും സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും നയിക്കുന്ന ക്രിസ്തു നിന്നെ വിളിക്കുന്നു. മടങ്ങി വരിക ഭവനത്തിലേക്ക്. സൗഖ്യം വന്നവരോട് വീട്ടിലേക്ക് മടങ്ങുക. ദൈവം നമ്മോട് ചെയ്ത നന്മ പ്രവൃത്തികൾ പ്രസ്താവിക്കുക. ജീവിതം ആരാധനയായി വളരട്ടെ. ആമേൻ.